Hello guys, welcome to my new vlog and today we are going to Fort Kochi. സോ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, എടി നമുക്ക് എവിടെയെങ്കിലും പോയാലോ. ദെൻ വി ഡിസൈഡഡ് ടു ഗോ ടു മറൈൻ ഡ്രൈവ് ചെന്നപ്പം നമുക്ക് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പം വി പ്ലാൻ ടു ഗോ ടു ഫോർട്ട് കൊച്ചി. ദെൻ വി ആർ നൗ അറ്റ് ഫോർട്ട് കൊച്ചി. നമ്മൾ പാട്ടർ മെട്രോ കയറി ഫോർട്ട് എത്തിയതിന് ശേഷം ഈ ചൈന ഫിഷിങ് നെറ്റ്സ് അല്ലേ, അതൊക്കെ കണ്ടു. നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വാം ക്ലൈമറ്റ്. അതിനുശേഷം ഈ ബാൻഡ് വാങ്ങിച്ചപ്പോൾ നമ്മളിങ്ങനെ വിലയൊക്കെ പിടിച്ച് ബാർഗെയിനൊക്കെ ചെയ്ത് 100 rupees പറഞ്ഞു. ലാസ്റ്റ് 60 rupees കിട്ടിട്ടോ. കൊച്ചിയിലെത്തി അവിടെയൊക്കെ കണ്ടിച്ചു ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ ചേർത്തൊരു ക്ലിപ്സ് എല്ലാം ചേർത്തൊരു വീഡിയോ ആക്കി ഇടാണ്. ദെൻ ഞങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്ക് പോയി. ഇതാദ്യമായിട്ടോ ഞാൻ ഉള്ളിൽ കയറുന്നത്. വി വെൻ്റ് ഇൻസൈഡ്. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കുറേ മെമ്മോറിയലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഇങ്ങനെ ഈശോൻ്റെ പടമോ അല്ലെങ്കിൽ മറ്റേ പ്രതിമ അതൊന്നുമില്ല, പകരം കുറച്ച് റൈറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ചും ചെയ്തു, ബട്ട് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്. ദെൻ ഇവിടെ വാസ്കോ ഡ ഗാമ ടോംബുണ്ട്, ബട്ട് അതിൽ വാസ്കോ ഡ ഗാമ ബോഡി റിമൈൻസ് ഒന്നുമില്ല. അതൊക്കെ അവർ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ അവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞു തന്നെ കേട്ടോ. ഇത് മാത്രം മറ്റേതാൾ പറഞ്ഞു തന്നില്ല. ദെൻ അവിടുത്തെ റൈറ്റിങ്സ് ഇപ്പുറത്തെ സൈഡിൽ മീൻസ് ലെഫ്റ്റ് സൈഡ് ഫുൾ ഡച്ചുകാരുടെയും റൈറ്റ് സൈഡ് ഫുൾ പോർച്ചുഗീസുകാരുടെയും റൈറ്റിങ്സ് ആണ്, മെമ്മോറിയൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ട് ആൾക്കാരും ഇവിടെ വന്നപ്പോൾ ഉള്ള ടൈമില്ല. ഇത് കണ്ടോ, ഇത് ഫാൻസാണ്. ഇത് ഇലക്ട്രിക്കലല്ല, മെക്കാനിക്കലായിട്ട് മനുഷ്യർ തന്നെ ചെയ്യുന്ന ഇങ്ങനെ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ബീച്ചിലോട്ടൊക്കെ കുറച്ച് നടന്നൊക്കെ കഴിഞ്ഞു. നമ്മൾ ബിലാലിൻ്റെ വീട് പോയതാട്ടോ. കുറച്ച് നടന്നു അങ്ങനെ ചെന്നപ്പം മറ്റേ ഗ്രാമഫോൺ ആ സിനിമയാന്ന് തോന്നുന്നു. ആ സിനിമയിലുള്ള സ്ഥലമല്ലേ ഇത് ആ സിനിമയാന്ന് തോന്നുന്നു, ഇഫ് ഐ നോട്ട് റോങ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കി കുറച്ച് നേരം നിന്നപ്പോഴാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഷൂട്ടിംഗ് എന്താണെന്നൊക്കെ ജസ്റ്റ് നോക്കി. ഒരു ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ള ഒരു നടനുണ്ടായിരുന്നു അവിടെ. അവരെന്തോ ഒരു ഇതെടുക്കുകയാണ്. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ വാസ്കോ ഡ ഗാമയല്ലല്ലോ, ബിലാലിൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നൊരു സംഭവം. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി. ആക്ച്വലി ഞങ്ങൾ ഈ വഴി ഒരു വട്ടം പോയതാണ്, അപ്പം നമുക്ക് മനസ്സിലായില്ല. എഗെയിൻ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ദെൻ ബീച്ചിൽ പോയി ചുമ്മാ ഇരുന്നു. ഷിപ്പൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതൊക്കെ നല്ല രസമല്ലേ. ഒരു ഫ്രണ്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരാളുടെ ഒപ്പം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിപ്പോൾ എത്ര സ്ട്രെസ്ഫുള്ളായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുമ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും. ആൻഡ് ഐ ആം സോ ലക്കി ടു ഹാവ് ഹർ വിത്ത് മീ. ദെൻ നമ്മളിങ്ങനെ പോയി വീഡിയോസൊക്കെ ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ, 2 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. ദെൻ അവിടെ കുറേ പിള്ളേർ പട്ടൊക്കെ പറത്തുന്നുണ്ട്, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ചു. ഐസ്ക്രീം ഇമ്പോർട്ടൻ്റ് ആണ് സജിയെ, ലൈക്ക് ദാറ്റ്. എന്നിട്ട് പിന്നൊരു നെക്സ്റ്റ് തിങ്ങാണ് ജങ്കാറ്. അതെൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജങ്കാറ് കയറണമെന്ന്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ മറന്നുപോയി എങ്ങോട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്നൊക്കെ. നമ്മൾ ഓടി ചെന്ന് ജങ്കാറിൽ 2 ടിക്കറ്റ് പറഞ്ഞ് എത്ര രൂപയാണെന്ന് വെച്ചാൽ 6 rupees എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 6 രൂപയുള്ള 2 പേർക്കെന്നൊക്കെ ചിന്തിച്ചു. എന്നിട്ട് ചാടി കയറി. ഞങ്ങൾക്ക് പോകേണ്ടത് മറൈൻ ഡ്രൈവിലായിരുന്നു, പക്ഷേ ജങ്കാറും മറൈൻ ഡ്രൈവിലേക്ക് ഇല്ല കേട്ടോ. മറൈൻ ഡ്രൈവിലേക്കല്ല, വൈപ്പിനിലേക്കാണ്. അപ്പം നമ്മൾ പിന്നെ വൈപ്പിനി പോയി ഇറങ്ങേണ്ടി വന്നു. ജങ്കാറെന്ന് പറയുന്നത് വലിയൊരു ഒരു കടത്ത് വഞ്ചി അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു ജങ്കാറിന് പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടേ ജങ്കാറല്ല ദെൻ ജങ്കാറ് വന്ന ഉടനെ ഞങ്ങൾ ചാടി അകത്ത് കയറി അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നു കേട്ടോ. ഞങ്ങൾക്ക് കാണണമായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഞാൻ ആ ഫ്രണ്ടിൽ പോയി നിന്നു. അവളുടെ അടുത്ത് നമുക്ക് ഫ്രണ്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഐ എം സോ ടയേർഡ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ അവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു എങ്ങോട്ടായി പോണേ. നമ്മൾ അപ്പം
അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വൈപ്പിനിലേക്ക് വരെ ഉള്ളെന്ന്. ദെൻ വി ഗോട്ട് അനദർ ഐഡിയ. ഞങ്ങൾ അവിടെ വൈപ്പിന് ചെന്ന് നെക്സ്റ്റ് ഒരു മെട്രോ എടുത്ത് വാട്ടർ മെട്രോ എടുത്ത് എവിടെ മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്ന്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ നിന്ന്, ബട്ട് സ്പീഡ് കുറവാട്ടോ. സ്പീഡ് കുറവാണെങ്കിലും ഇറ്റ് വാസ് സോ നൈസ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ചില്ല് ചെയ്ത് വൈപ്പിനിലേക്ക് ചെന്നു. വൈപ്പിന് പോണ വരെ ഇങ്ങനെ ഇടയ്ക്കുന്നൊക്കെ ഓരോ ബോട്ടുകളും പിന്നെ അതേപോലെ തന്നെ മറ്റേ ഹൗസ് ബോട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എത്താറായപ്പോൾ എനിക്ക് ജസ്റ്റ് പേടിയായി കേട്ടോ. കാരണം ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു നിന്ന്. എൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിലും ഇതെങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചു. എന്നിട്ട് ഞാൻ അവളെ നോക്കുമ്പോൾ അവളൊന്നും കാണാനേ ഇല്ല. കാരണം കുറേ വെഹിക്കിൾസ് ഉണ്ട് അകത്ത്, കാറ്, ബൈക്ക്, അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് അകത്ത്. പിന്നെ ചെന്നതിന് ശേഷം അവിടെ നോക്കിയപ്പോൾ കുറേ പിള്ളേരിങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതാന്ന് തോന്നുന്നു, പള്ളിയിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് കണ്ടു. എന്നിട്ട് നമ്മൾ ഈ സന്ധ്യയുടെ ഈ വീഡിയോ എടുത്തു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ വാട്ടർ മെട്രോയുടെ അകത്തുനിന്ന് കാണാൻ ഇത് നല്ല കണക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ മെട്രോയിൽ ഒരു ഗ്ലാസ് ഒരു കൂൾ ഫിലിം ഒട്ടിച്ചിട്ടില്ലേ, അത് കാരണം വീഡിയോസ് നല്ല കണക്ക് റെക്കോർഡ് ആവത്തില്ല. ബട്ട് ഇറ്റ് വാസ് സോ നൈസ് സീയിങ് ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മളൊരു ഹാപ്പി മോഡിലാകുമ്പോൾ നമുക്കിതൊക്കെ കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് മറൈൻ ഡ്രൈവ് വന്നു. അവിടുന്ന് ബസ് കയറി എടപ്പള്ളി വന്നിട്ട് നമ്മൾ ജസ്റ്റ് ചർച്ചിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. എടപ്പള്ളി ചർച്ചിൽ ഇവിടെ വരാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമായിട്ടോ. ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.